ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മെ സൗഖ്യമാക്കുമ്പോൾ, നമ്മെ വിടുവിക്കുമ്പോൾ, അത് അവൻ്റെ ഹൃദയമാണ്, അവൻ്റെ ഇഷ്ടമാണ്. അതിനുപരി അതിലൂടെ അവൻ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ആദ്യത്തെ യേശുവിൻ്റെ അത്ഭുതം ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. എങ്കിലും എന്നെ ആദ്യമായി കേൾക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു അത്ഭുതത്തെ ആദ്യമായി കേൾക്കുന്ന ആളിനും മനസ്സിലാകണമെന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങളാരും അതുകൊണ്ട് വിചാരിക്കരുത് കുഞ്ഞു മക്കളെ പഠിപ്പിക്കുന്ന പോലെ നിങ്ങളോട് സംസാരിക്കുന്നു വിചാരിക്കരുത്. ഇത് ഇതുവരെയും കേട്ടില്ലാത്തൊരു വ്യക്തി കേട്ടാലും മനസ്സിലാകണമെന്നുള്ള ചിന്തയിലാണ് ഞാനിത് സംസാരിക്കുന്നത്. യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം, തൻ്റെ പരശുശ്രൂഷയിൽ ആദ്യമായി ചെയ്ത അത്ഭുതം നമുക്കറിയാം, ഒരു കല്യാണ വീട്ടിലെ അത്ഭുതമാണ്. കാനായിലെ കല്യാണ വീട്ടിൽ യേശു വെള്ളത്തെ വീഞ്ഞാക്കി. എല്ലാവർക്കും അറിയാം, വിശ്വാസികളായവർക്കും അല്ലാത്തവരും ഒക്കെ ഇത് കേട്ടിട്ടുണ്ട്. എന്നാൽ അതിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്ന ചില വെളിപ്പാടുകളെ, അതിൽ മറഞ്ഞിരിക്കുന്ന ചില മർമ്മങ്ങളെയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. സുവിശേഷങ്ങളിലുടനീളം നോക്കിയാൽ യേശു ചെയ്ത അത്ഭുതങ്ങളെ കാണുവാനായി കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ നോക്കിയ അപ്പോസ്തലന്മാരിലൂടെ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കാണാൻ കഴിയും. ഈ എല്ലാ അത്ഭുതങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മോട് ചില കാര്യങ്ങളെ സംസാരിക്കുന്നുണ്ട്. ആദ്യത്തെ അത്ഭുതമായ കാനായിലെ കല്യാണ വീട്ടിലെ അത്ഭുതം യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു അത്ഭുതമാണ്. അവിടെ മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 11 വരെ നമുക്ക് ഈ സന്ദർഭം കാണുവാനായി കഴിയും. നമ്മൾ ഞാൻ വായിക്കുന്നില്ല, നമുക്കെല്ലാം സുപരിചിതമാണ്. 3-ാം ദിവസം ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. ഇതാണ് തുടക്കം. 3-ാം ദിവസം ഗലീലയിലെ കാനാ. ഗലീല എന്ന ആ ഗ്രാമത്തിൽ ഒരു ചെറിയ ഒരു സ്ഥലമാണ് കാന. കാനായിൽ ഒരു വീട്ടിൽ ഒരു സാധാരണ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്, ഒരു കല്യാണം. യേശുവിനെയും അമ്മയെയും സഹോദരന്മാരെയും ശിഷ്യന്മാരെയും ആ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. അതിനർത്ഥം ആ കല്യാണം അവർക്ക് വേണ്ടപ്പെട്ട ആരുടെയോ കല്യാണമാണ്. അത് ആരുടേതാണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. നമുക്കതിൽ നിന്ന് മനസ്സിലാകും, വായിക്കുമ്പോൾ മറിയയുടെ ഇടപെടലിനകത്തുണ്ട്. നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത് അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആരുടെ ഒരു ഭവനത്തിലെ കല്യാണമാണ്. അപ്പോൾ യേശുവും ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മയായ മറിയ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ സഹോദരന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഈ സാധാരണ രീതിയിൽ ഈ യഹൂദന്മാരുടെ കല്യാണം എന്ന് പറയുന്നത് ഏകദേശം 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഫംഗ്ഷനാണ്. വിവാഹം കഴിഞ്ഞ് വരൻ്റെ ഭവനത്തിലേക്ക് വധുവിനെ കൊണ്ടുവന്ന ശേഷം ആ ഭവനത്തിൽ 3 മുതൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഭയങ്കരമായ ആഘോഷമാണ് അവരുടെ കല്യാണം. അതിനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 7 ദിവസത്തോളം നീണ്ടു നിൽക്കും. ഈ 7 ദിവസം ആ ഗ്രാമത്തിൽ ഏകദേശം എല്ലാവരും ക്ഷണിച്ചിരിക്കും. എല്ലാവരും ഒന്ന് പങ്കെടുത്ത് ഒരുമിച്ച് എൻജോയ് ചെയ്യുന്ന, സന്തോഷിക്കുന്ന ഒരവസരം. അന്ന് ഗസ്റ്റുകൾക്ക് അവർ വിളമ്പുന്ന ആഹാരത്തോടൊപ്പം നല്ല വീഞ്ഞു കൊടുക്കുക പതിവുണ്ടായി. ഈ കാനാവിലെ കല്യാണ വീട്ടിലും അതുപോലെ തന്നെ സംഭവിച്ചു. അവർ ഗസ്റ്റുകൾക്കെല്ലാം വീഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. 3-ാം ദിവസം ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. 3-ാം ദിവസം എന്ന് വെച്ചാൽ നമുക്ക് ഏത് ദിവസമാണെന്ന് വ്യക്തമായി എഴുതിയിട്ടില്ല. എങ്കിലും യഹൂദന്മാരുടെ ഒരു കസ്റ്റം വെച്ചിട്ടും ബൈബിളിൻ്റെ ഒരു പശ്ചാത്തലം നോക്കിയാൽ 3-ാം ദിവസം എന്ന് പറയുന്നത് സൃഷ്ടിയുടെ 1-ാമത്തെ ദിവസം നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് സൺഡേ ആണ്, സെക്കൻഡ് ഡേ മൺഡേ, തേർഡ് ഡേ എന്ന് പറയുന്നത് ട്യൂസ്ഡേ ആണ്, ചൊവ്വാഴ്ചയാണ്. യഹൂദന്മാർ മോസ്റ്റ് പ്രോബബിളി ഏറ്റവും അധികമായി വിവാഹങ്ങൾക്ക് വേണ്ടി ചൊവ്വാഴ്ചയാണ് കൂടുതലായി പ്രിഫർ ചെയ്തിരുന്നത്. അതിന് പല കാരണങ്ങളുള്ളതിൽ ഒരു കാരണം പറയുന്നത് ഇങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ 1-ാം അധ്യായം അതിനെ 10-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ എല്ലാ ദിവസങ്ങളിലും ദൈവം അത്ഭുതങ്ങൾ ചെയ്തിട്ട് സൃഷ്ടിപ്പ് നടത്തിയിട്ട് നല്ലത് എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ഗുഡ്, നല്ലതെന്ന് പറയും. എന്നാൽ ഈ 3-ാം ദിവസം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, അവിടെ 2 പ്രാവശ്യം നല്ലത് എന്ന് ദൈവം പറഞ്ഞു. 2 പ്രാവശ്യം ഡബിൾ ബ്ലെസ്സിങ് എന്നാണ് ഈ ദിവസത്തെക്കുറിച്ച് പറയുന്നത്, 3-ാമത്തെ ദിവസത്തെക്കുറിച്ച്. അപ്പോൾ ഈ 3-ാം ദിവസം ദൈവം 2 പ്രാവശ്യം ബ്ലെസ്ഡ് ആക്കിയ ആ ദിവസത്തെയാണ് കല്യാണങ്ങൾക്ക് വേണ്ടി അവർ കൂടുതലായി പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം ഇവിടെയും അങ്ങനെ സ്പെസിഫിക് ആയി പറഞ്ഞിരിക്കുന്നത് 3-ാമത്തെ ദിവസം അവിടെ വിവാഹം. അപ്പോൾ ചൊവ്വാഴ്ച ആയിരിക്കാമെന്ന് അനുമാനിക്കുന്നു. അങ്ങനെ ആ കല്യാണ വീട്ടിൽ യേശു ഉണ്ടായിരുന്നു. അവിടുത്തെ പ്രധാന വിഭവമായ വീഞ്ഞ് തീർന്നുപോയി. ഇതിനെന്താ ഇത്ര പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, അന്നത്തെ കാലത്ത് വിവാഹത്തിന് വന്ന എല്ലാ ഗസ്റ്റുകൾക്കും ഭക്ഷണവും വീഞ്ഞും കൊടുക്കണം. അതും ആവശ്യത്തിനധികം അവർ കരുതിയിരിക്കും. തീർന്നു പോകുക എന്ന് വെച്ചാൽ വളരെ ലജ്ജിപ്പിക്കുന്ന ഒരവസ്ഥയാണ്, വളരെയധികം മോശമാണ്. അവർക്ക് വളരെ നാണക്കേടുണ്ടാക്കുന്ന അവസ്ഥയാണ് വീട്ടുകാർക്ക്. കാരണം അവർ വിളിച്ച ഗസ്റ്റുകളാണ് വന്നിരിക്കുന്നത്, അതിഥികൾ.
അതിഥികൾക്ക് ഇത് കൊടുക്കേണ്ടത് അവരുടെ കടമയാണ്. അവിടെ തീർന്നു പോവുകയാണ്. അവിടെ വീഞ്ഞ് തീർന്നു പോയി. അപ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന അപ്പുറമാണ്. പക്ഷേ അതൊരു ആഗോള പ്രശ്നമൊന്നുമല്ല. ആ ഭവനത്തിൻ്റെ മാത്രം പ്രശ്നമാണ്. ആ ഭവനത്തിലെ വ്യക്തികളുടെ മാത്രം പ്രശ്നമാണ്. അവർക്കൊരു വിഷമം ഉണ്ടാവുകയാണ്. പക്ഷേ അവിടെ മറിയ, യേശുവിൻ്റെ അമ്മ, യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ വിഷയം ഉന്നയിക്കുകയാണ്. യേശുവിനോട് പറയുകയാണ്, വീഞ്ഞ് തീർന്നു പോയി, ഒരു തുള്ളി പോലും ഇനി ബാക്കിയില്ല, കംപ്ലീറ്റ് ആയിട്ട് തീർന്നു പോയി. യേശുവിനോട് മറിയ ഇത് പറയാനുള്ള റീസൺ എന്തായിരിക്കും? മറിയയ്ക്കറിയാം എൻ്റെ മകന് എന്തെങ്കിലും ചെയ്യുവാനായി കഴിയും. നമുക്ക് ബൈബിൾ ഉടനീളം വായിക്കുമ്പോൾ യേശുവിൻ്റെ ജന്മം മുതൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് നമുക്ക് കാണുമ്പോൾ അവിടെ എല്ലാം എഴുതിയിരിക്കുകയാണ്, മറിയയോ ഇത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു, മറിയയോ ഇത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് വെച്ചാൽ ഷി വാസ് മെഡിറ്റേറ്റിംഗ്. അവൾ രാവും പകലും തൻ്റെ മകനെ കുറിച്ചുള്ള ഇൻസിഡൻസ്, മകൻ ജനിക്കുന്നതിന് മുൻപുള്ള ഏഞ്ചലിക് അപ്പിയറൻസ്, ദൂതന്മാരുടെ എല്ലാവിധമായ സംഭാഷണങ്ങൾ എല്ലാം കൃത്യമായി ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മറിയയ്ക്കറിയാം യേശുവിന് ചില കാര്യങ്ങൾ ചെയ്യുവാനായി കഴിയും. യേശു ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്യുവാൻ കഴിയുമെന്ന് മറിയയ്ക്കറിയാം. മറിയ അതുകൊണ്ട് തന്നെ യേശുവിനോട് പറയുകയാണ്, യേശുവേ മകനെ വീഞ്ഞ് തീർന്നു പോയി, എന്തെങ്കിലും ചെയ്യണം. ഇതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ യേശു പറയുന്നുണ്ട്, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് മലയാളം ബൈബിൾ വായിക്കുമ്പോൾ സ്ത്രീയെ എന്ന് എഴുതുമ്പോൾ നമുക്കൊരു വലിയൊരു ബുദ്ധിമുട്ടായി തോന്നും. പക്ഷേ അത് നമ്മുടെ ട്രാൻസ്ലേഷൻ്റെ പ്രശ്നമാണ്. സാധാരണഗതിയിൽ അമ്മയോട് സംസാരിക്കുന്ന പൊളൈറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് തന്നെയാണ് യേശു സംസാരിച്ചിരിക്കുന്നത്. നമുക്കറിയാം യേശു സംസാരിച്ചത് അരാമ്യ ഭാഷയാണ്. അതിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നമ്മളിവിടെ എത്തിയപ്പോൾ സ്ത്രീ ആയതാണ്. അതിന് വേറെ യാതൊരു അർത്ഥവും വിചാരിക്കേണ്ട. വളരെ സ്നേഹത്തോടു കൂടി ബഹുമാനത്തോട് തന്നെയാണ് യേശു സംസാരിക്കേണ്ടത്. നമുക്കിതിനകത്ത് എന്ത് കാര്യം? ഈ വിഷയത്തിൽ നമുക്ക് എന്താ കാര്യം? എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുമ്പോഴും മറിയയ്ക്ക് ഇപ്പോഴും അറിയാം യേശുവിന് എന്തെങ്കിലും ചെയ്യുവാനായി കഴിയും. അവൻ ചെയ്യുമെന്നൊരു ഉറപ്പ് മറിയയ്ക്കുണ്ട്. മാത്രമല്ല യേശുവിൻ്റെ ജന്മസ്ഥലമാണ്, വളർത്തു സ്ഥലമാണ്, യേശു വളർന്ന സ്ഥലമാണ്. അവിടെ ഉള്ളവർ ആരും യേശുവിനെ ട്രസ്റ്റ് ചെയ്യാൻ ഒരു സാധ്യതയും ഇല്ല. നമുക്കറിയാം സ്വന്തം നാട്ടിൽ ഒരു പ്രവാചകനും അംഗീകരിക്കപ്പെടില്ലെന്ന വചനം പറയുന്ന പോലെ തന്നെ നസ്രത്തിൽ ആ ഗലീല എന്ന് പറയുന്ന സ്ഥലം യേശുവിന് എല്ലാവർക്കും പരിചിതമാണ്. യേശുവിൻ്റെ 30ഓളം വയസ്സ് യേശു ചെലവഴിച്ച സ്ഥലമാണ്. അവിടെയാണ് മറിയയുടെ റോള്. മറിയ ശുശ്രൂഷക്കാരോട് പറയുകയാണ്, അവിടെ ഇരിക്കുന്ന ആളുകളോട് പറയാണ്, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ, അവൻ എന്തെങ്കിലും നിങ്ങളോട് സംസാരിച്ചാൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം? അനുസരിക്കണം, നിങ്ങളത് ചെയ്യണം. വ്യക്തമായ ഒരു ഡയറക്ഷൻ കൊടുക്കുകയാണ്. യേശു അവർ നോക്കിയിട്ട് പറഞ്ഞു, ആ 6 കൽപ്പാത്രങ്ങളിൽ വെള്ളം കോരി നിറയ്ക്കാം. 6 കൽപ്പാത്രങ്ങൾ. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം, അതായത് ഒരു റിച്വലാണ്, അവരുടെ ആചാരപ്രകാരം അവരുടെ പുറമെയുള്ള ക്ലെൻസിങ്ങിന് വേണ്ടി, വൃത്തിയാക്കലിന് വേണ്ടിയുള്ള യഹൂദന്മാരുടെ ആചാരപ്രകാരമുള്ള പാത്രങ്ങളാണത്. ആ ക്ലേ കൊണ്ടുണ്ടാക്കിയ 6 പാത്രങ്ങൾ. 6 പാത്രങ്ങൾ എന്ന് പറയുമ്പോൾ ചെറിയ പാത്രമൊന്നുമല്ല. ഓരോന്നിൽ തന്നെ ഏകദേശം 20 to 30 ഗാലൻസ് വെള്ളം കൊള്ളുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 20 മിനിമം 20 മുതൽ 30 ഗാലൻ വെള്ളം. ഒരു ഗാലൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 4 ലിറ്റർ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആവറേജ് നോക്കിയാൽ ഒരു എന്താ പറയുക, ഒരു പോട്ടിൽ ഒരു 100 ലിറ്റർ വെള്ളം ആവറേജ്. എങ്ങനെയായാലും 500-600 ലിറ്റർ വെള്ളം കൊള്ളും ഈ 6 പാത്രങ്ങളിലായിട്ട്. അത് വക്കോളം കോരി നിറച്ചു. വക്കോളം കോരി നിറച്ചു. യേശു പറഞ്ഞു, ഇതിനെ കൊണ്ടുപോയി കൊടുക്കുവിൻ. ആർക്ക് കൊടുക്കണം? അവിടെ ഇരിക്കുന്ന ചീഫായിരിക്കുന്ന ഈ വിരുന്നുവാഴിയുണ്ട്, ഇതിനെയൊക്കെ നോക്കി നടത്തുന്നത്, നമ്മൾ ഇന്നത്തെ ഇവന്റ് മാനേജ്മെന്റിന്റെ പ്രധാന ആളെ പോലത്തെ ഒരാൾ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം നോക്കിയപ്പോൾ രുചിച്ച് നോക്കിയിട്ട് പറയുകയാണ്, ഇതുവരെ വിളമ്പിക്കൊണ്ടിരുന്ന, ഇത്രയും നാൾ വിളമ്പിക്കൊണ്ടിരുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ വിരുന്നുവാഴി അവിടെ ഇരുന്ന അന്നത്തെ കല്യാണ ചെറുക്കനെ വിളിച്ചിട്ട് പറയുകയാണ്, മണവാളനോട് ചോദിക്കുകയാണ്, നീ ഇത്രയും നേരം ഇത്രയും ബെസ്റ്റിനെ സൂക്ഷിച്ചു വെച്ചോ? സാധാരണ എല്ലാവരും എന്ത് ചെയ്യും? ആദ്യം ബെസ്റ്റ് കൊടുക്കും, പിന്നെ ഒന്ന് മത്ത് പിടിച്ചു വരുമ്പോൾ എളുപ്പമായത് കൊടുക്കും. നീ ഇത്രയും ബെസ്റ്റ് സൂക്ഷിച്ചു വെച്ചു എന്ന് ചോദിച്ചു. തൊട്ട് താഴെ പറയുകയാണ്, യേശു അടയാളങ്ങളുടെ ആരംഭമായി കാനാവിലെ കല്യാണ വീട്ടിൽ വെച്ച് ഇത് വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി തൻ്റെ ശിഷ്യന്മാർ അവൻ വിശ്വസിപ്പാൻ ഇടയായി തീർന്നു. ഇതിനകത്ത് എന്തൊക്കെയാണ് മിസ്റ്ററീസ്? ഞാൻ ഒന്ന് ചുരുക്കി വിശദീകരിക്കാം. ഒന്നാമത്തെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു, കാനായിലെ കല്യാണ വീട് എന്ന് പറയുന്നത് ഒരു സാധാരണ ഭവനത്തിൽ നടക്കുന്ന സാധാരണ ഫംഗ്ഷൻ. അവിടെ വീഞ്ഞ് കുറഞ്ഞു പോയെന്ന് വെച്ചിട്ട് ആഗോള പ്രശ്നമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ആ ഭവനത്തിൻ്റെ ഒരു നാണക്കേട്, ആ ഭവനത്തിൻ്റെ ഒരു വിഷയം, അതിനകത്തേക്ക് യേശു ഇടപെടുകയാണ്. ഇവിടെ യേശു നമ്മോട് സംസാരിക്കുകയാണ്,
ഞാൻ നിങ്ങളുടെ വലിയ 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 വിഷയങ്ങളിൽ മാത്രമല്ല, ഈവൻ യുവർ ഡെയിലി നീഡ്സ്, നിങ്ങളുടെ ദിനംപ്രതിയുള്ള വിഷയങ്ങളിലും ചെറിയ കാര്യങ്ങളിലൊക്കെ എനിക്ക് നിങ്ങളോട് ഒരു കെയർ ഉണ്ട്, ശ്രദ്ധയുണ്ട് എന്ന് യേശു കാണിക്കുക. ഇത് ചെറിയ കാര്യമല്ലേ, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്, എനിക്ക് ഇതിലൊന്നും വലിയ റോളില്ല എന്നല്ല. നമ്മുടെ ഈവൻ ദ സ്മോളസ്റ്റ്, വളരെ ചെറുത് നമ്മൾ വിചാരിക്കുന്ന നിസ്സാരമായി. ഞാൻ ഇങ്ങനെ ഒരു ദിവസം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചധികം വർഷം മുമ്പ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, കർത്താവിനോട് പറഞ്ഞ, മോനെ, നിന്റെ മുഖത്തൊരു മുഖക്കുരു നിനക്കത് പ്രശ്നമാണെങ്കിൽ അതെനിക്ക് പ്രശ്നമാണ്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ശുശ്രൂഷ ഇറങ്ങുമ്പോൾ കർത്താവിനോട് പറഞ്ഞ കാര്യമാണ്, ഇവനെ പിമ്പിൾ, നിന്റെ മുഖത്തുള്ളൊരു മുഖക്കുരു നിനക്ക് പ്രശ്നമാണെങ്കിൽ അത് എൻ്റെയും പ്രശ്നമാണ്. അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്ന, കരുതുന്ന ഒരു ദൈവം തൻ്റെ ഫസ്റ്റ് മിറക്കിൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായ അവരുടെ നാണക്കേടിൻ്റെ വിഷയത്തെ മാറ്റുവാനായി ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ്. ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു. അവരുടെ ആ ചെറിയ വിഷയത്തിനകത്ത് ഇടപെടുകയും സാധാരണ വിഷയത്തെ അസാധാരണമായ വിഷയമാക്കി മാറ്റുക. സാധാരണമായ വെള്ളത്തെ അസാധാരണമായ ഒന്നാക്കി ദൈവം മാറ്റുക. ഇതിനകത്ത് ഈ യേശുവിനെ ഇടപെടാനായിട്ട് ആ ഭവനത്തിൽ നിന്നുള്ള മറിയ യേശുവിനെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഏതൊരു വിഷയമായിക്കോട്ടെ, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ നമ്മൾ മടിക്കരുത്. അയ്യോ, ഇത് ചെറുതല്ലേ, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇത് എൻ്റെ ചെറുതല്ലേ, ഇതൊന്നും കർത്താവിന് മൈൻഡ് ചെയ്യാൻ സമയം ഉണ്ടാകത്തില്ല എന്നൊന്നും ചിന്തിച്ച് മാറി നിൽക്കാതെ ഏതൊരു ചെറിയ വിഷയവും അവനോട് നമ്മൾ കൈമാറണം. ഒരു പാട്ട് ഇങ്ങനെ പാടൂലേ, വി ഹാവ് എ ഫ്രണ്ട് ഇൻ ജീസസ്. നമുക്ക് നല്ലൊരു ഫ്രണ്ടുണ്ട്, നല്ലൊരു കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം പറയാം, എല്ലാം പറയാം. എനിക്ക് യേശുവിൽ നല്ലൊരു കൂട്ടുകാരനുണ്ട്. നമുക്ക് ആ പാട്ടറിയാം, ഇംഗ്ലീഷ് പാട്ടാണ്, അതിൻ്റെ മലയാളത്തിൽ പാടാറുണ്ട്. ആ പാട്ടിൽ പറഞ്ഞതിനാണ്, എനിക്ക് നല്ലൊരു കൂട്ടുകാരനുണ്ട്, എല്ലാ വിഷയങ്ങളും പറയാം. ഇനി എന്തെങ്കിലും വിഷയത്തിൽ ഞാൻ ഭാരം ചുമക്കുന്നുണ്ടെങ്കിൽ അർത്ഥം ഞാൻ ആ വിഷയം എൻ്റെ കൂട്ടുകാരനോട് പങ്കുവയ്ക്കാത്തത് കൊണ്ടാണ്. യേശുവിനോട് പലപ്പോഴും പറയാത്തതാണ് നമ്മുടെ മുടിയെല്ലാം കൊഴിയാൻ കാരണം. നമ്മളിതെല്ലാം ചുമക്കും, നമ്മുടെ തലമുണ്ടാക്കി ഈ പറയാ മൈഗ്രെയിനും ഒക്കെ ഉണ്ടാക്കി, സ്ട്രെസ്സും ഉണ്ടാക്കി, ബി.പിയും കയറ്റാനുള്ള കാരണം എന്താ? നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നം മാത്രമാണ്. ഒരിക്കലും യേശുവിൻ്റെ കൊടുക്കില്ല. യേശു നമ്മോട് പറയുന്നതാണ്, നിന്റെ എല്ലാ ആകുല ചിന്തകളും എൻ്റെ മേൽ ഇട്ടുകൊള്ളു, ഞാൻ നിനക്ക് വേണ്ടി കരുതുന്നുണ്ട്. യേശു ഈ ഇവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലയും കരുതുന്നു തെളിയിക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആണിത്. അവൻ അവരുടെ ജീവിതത്തിൽ ഇടപെടുകയാണ്. മറ്റൊരു കാര്യം, അവരുടെ ജീവിതത്തിൽ ആ വീഞ്ഞ് കുറവായപ്പോൾ എത്ര വീഞ്ഞ് ഇനി വേണം എന്ന് ചോദിച്ചുകൊണ്ട് ആവശ്യത്തിലുള്ളത് കൊടുക്കുവല്ല, പകരം അവൻ്റെ ഇഷ്ടപ്രകാരം അവൻ്റെ അബണ്ടൻസിൽ നിന്ന്, സമൃദ്ധിയിൽ നിന്ന് 600ഓളം ലിറ്റർ വരുന്ന വീഞ്ഞിനെ സമൃദ്ധമായി നൽകുകയാണ്. ഇതിലൂടെ യേശു കാണിക്കുകയാണ് ദൈവരാജ്യത്തിൻ്റെ സമൃദ്ധി. അന്നേക്കുള്ളത് പിച്ചു വെച്ച് ജീവിക്കുന്ന ജീവിതമല്ല, സ്വർഗത്തിലെ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന കവിഞ്ഞൊഴുകുന്ന സമൃദ്ധിയെക്കുറിച്ചാണ്. വക്കോളവും നിറയ്ക്കുമ്പോൾ നിറഞ്ഞ് കവിയും തരത്തിലുള്ള അനുഗ്രഹമാണ് സ്വർഗം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ സിസ്റ്റം അങ്ങനെയാണ്. അവിടെ അബണ്ടൻസ് ആണ്, സമൃദ്ധിയാണ്, അവിടെ ജോയ് ആണ്, അവിടെ കരച്ചിലല്ല, അവിടെ വിഷമമല്ല, ഇല്ലായ്മയല്ല, നാണക്കേടല്ല, പകരം വലിയ സന്തോഷമാണ്, കവിഞ്ഞൊഴുകുന്ന സന്തോഷമാണ്, സമൃദ്ധിയാണ് ദൈവരാജ്യത്തിൻ്റെ ഒരു കൾച്ചർ എന്ന് പറയുന്നത്. യേശു ആ നാണക്കേണ്ട അവസ്ഥയിൽ നിന്ന് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. മാത്രമല്ല, ഇതിന് മറ്റൊരു അർത്ഥം കൂടെ ഉണ്ട്. അതായത് അതുവരെ വിളമ്പിക്കൊണ്ടിരുന്ന പഴയ വീഞ്ഞിനെ യേശു മാറ്റി ഒരു പുതിയ വീഞ്ഞിനെ പകരുമ്പോൾ അത് ടേസ്റ്റ് ചെയ്ത ആള് പറയുകയാണ്, പഴയതിനേക്കാൾ വളരെ മനോഹരമാണ്. പഴയ നിയമത്തിൻ്റെ റിച്വലിന്റെ ഭാഗമായിരുന്ന ആ 6 കൽപ്പാത്രങ്ങളെ, പുറമേ ഉള്ളത് ശുദ്ധീകരിക്കാൻ ഉപയോഗിച്ചിരുന്ന 6 കൽപ്പാത്രങ്ങളെ യേശു എടുക്കുകയാണ്. ആ 6 കൽപ്പാത്രങ്ങളിൽ പുറമേ ഉള്ളതിനെ ശുദ്ധീകരിക്കാൻ ഉപയോഗിച്ചിരുന്ന വെള്ളത്തെ യേശു മാറ്റിയിട്ട് അകമേ ഉള്ളതിനെ ശുദ്ധീകരിക്കുന്ന, തൻ്റെ രക്തത്തെ സൂചിപ്പിക്കുന്ന, പുതുനിയമത്തിന്റെ ഉടമ്പടിയെ സൂചിപ്പിക്കുന്ന വീഞ്ഞാക്കി മാറ്റുകയാണ്. യേശു ലൂക്കോസ് സുവിശേഷം 22:20 പറയുന്നു. അതുപോലെ മത്തായി, മർക്കോസിലൊക്കെ യേശു പറയുന്നുണ്ട്, ഈ രക്തം നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിന്റെ രക്തമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് നിങ്ങൾ കുടിപ്പേൻ. വീഞ്ഞു കൊടുത്തുകൊണ്ട് യേശു പറയുകയാണ്. ഇവിടെ യേശു റിസംബിൾ ചെയ്യുന്നത് അതുവരെ പഴയ നിയമ സിസ്റ്റപ്രകാരം പുറമെയുള്ള കഴുകലായിരുന്നു, പുറമെയുള്ള വിശുദ്ധിയായിരുന്നെങ്കിൽ ഇന്ന് യേശു ആ ആചാരത്തിനെ മാറ്റി അതേ കൽപ്പാത്രങ്ങളകത്ത്
പുതിയ വീഞ്ഞിനെ പകർന്നുകൊണ്ട് പുതിയൊരു ഉടമ്പടി സ്ഥാപിക്കുകയാണ്. അത് പഴയതിനേക്കാൾ മനോഹരമാണ്. പഴയതാണെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകി വെടിപ്പാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, പുറമേ ഉള്ളത് ക്ലെൻസ് ചെയ്യുകയാണെങ്കിൽ, ഇതോ അകമേ നിന്ന് പുറത്തേക്ക് ക്ലെൻസ് ചെയ്യപ്പെടുന്നതാണ്. മാത്രമല്ല, ഒരിക്കലായി എന്നേക്കുമായി നമ്മുടെ സകല അകൃത്യങ്ങളെയും നമ്മിൽ നിന്ന് മാറ്റിയ യേശുവിൻ്റെ രക്തമാണ്. 6 കൽപാത്രങ്ങൾ. 6 എന്ന് പറയുന്നത് മനുഷ്യന്റെ നമ്പറാണ്. സൃഷ്ടിപ്പിന്റെ ആ മനുഷ്യനെ കുറിക്കുന്നതാണ്. ഇംപെർഫെക്ഷൻ നമ്പറാണ്. പെർഫെക്ഷൻ 7 6 ഇംപെർഫെക്ഷന്റെ അല്ലെങ്കിൽ പൂർത്തിയല്ലാത്ത ഒന്നിന്റെ സൂചകമാണ് 6. ആ 6 കൽപാത്രങ്ങൾ എടുത്തിട്ട് യേശു വളരെ മനോഹരമായ ഒരു പുതിയ കവനന്റിനെ അവിടെ സൂചിപ്പിക്കുന്ന അത്ഭുതമാണ് യേശു ചെയ്യുന്നത്. മാത്രമല്ല, പഴയ നിയമ ആചാരപ്രകാരം മനുഷ്യൻ ആചരിച്ചു കൊണ്ടിരുന്നിട്ടും മനുഷ്യന് കഴിയാതിരുന്ന ഒന്നിനെ യേശു തൻ്റെ പുതിയ ഉടമ്പടിയിലൂടെ സ്ഥാപിക്കാൻ പോകുന്ന യേശുവിൻ്റെ സാക്രിഫൈസിനെ യേശു ആദ്യത്തെ അത്ഭുതം തന്നെ വരച്ച് കാട്ടുകയാണ്. കാരണം വൈൻ എന്ന് പറയുന്നത് യേശുവിൻ്റെ രക്തത്തെ സൂചിപ്പിക്കുന്നു. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 26, മർക്കോസ് 14, ലൂക്കോസ് 22. ഇവിടെ ഒക്കെയും നമ്മൾ കാണാൻ കഴിയുന്നത് യേശു പറയുന്നുണ്ട്, ഈ വീഞ്ഞിനെ കാണിച്ച് പറയുകയാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തമാകും. ഹല്ലേലൂയ. മാത്രമല്ല, ഒരു പുതിയ ശുദ്ധീകരണത്തിൻ്റെ വഴിയെ യേശു അവിടെ തുറക്കുകയാണ്. അതുവരെ പുറമേ ഉള്ളതിനെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുമെങ്കിൽ ഇപ്പോൾ ഇതാ അകത്തെ ഉള്ളതിനെ ശുദ്ധീകരിപ്പാൻ, അകമേന്നതിനെ ശുദ്ധീകരണം വരുന്ന ഒരു പുതിയ സിസ്റ്റത്തെ യേശു കൊണ്ടുവരികയാണ്. അതിൻ്റെ സൂചകമാണ് ആ വൈൻ, യേശുവിൻ്റെ രക്തം. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം നമ്മെ മുഴുവനായി ശുദ്ധീകരിക്കുന്ന ഒന്നാണ്. ഈ ചെറിയൊരു അത്ഭുതത്തെ യേശു അവിടെ ചെയ്യുമ്പോൾ, ചെറുതെന്ന് നമുക്ക് തോന്നിയാലും വളരെ വലുതാണ്. കാരണം ആ ഭവനെ സംബന്ധിച്ചോളം അവരുടെ ഏറ്റവും വലിയ നാണക്കേടിൽ നിന്ന് യേശു അവരെ പുറത്തു കൊണ്ടുവന്നു. മാത്രമല്ല, ഒരു വലിയ സന്തോഷത്തെ അവിടെ റിസ്റ്റോർ ചെയ്തു. തൻ്റെ ശിഷ്യന്മാർ യേശുവിൽ വിശ്വസിപ്പാൻ ഇടയായി തീർന്നു. ആദ്യത്തെ മിറക്കിളാണ്. ഫസ്റ്റ് മിറക്കിൾ തന്നെ ഒരു കല്യാണ വീടാണ് യേശു തിരഞ്ഞെടുത്തത്. ആ ഭവനത്തിൽ യേശു സമൃദ്ധിയെ കൊണ്ടുവന്നു. 600, ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല, ഇത്രത്തോളം ലിറ്റർ വൈൻ യേശു ഉണ്ടാക്കുമ്പോൾ ആലോചിച്ച് നോക്കിയേ. അവർക്ക് ആവശ്യത്തിൽ അധികമുണ്ട്. ദൈവം നമുക്ക് നൽകുമ്പോൾ എപ്പോഴും അത് നമ്മൾ ഭക്ഷിച്ച് തൃപ്തരായി ശേഷിപ്പിക്കുന്നത് കാണാൻ പറ്റും. യേശുവിൻ്റെ അത്ഭുതം അങ്ങനെയാണല്ലേ. 5000 പേർക്ക് പോഷിപ്പിച്ചിട്ടും 12 കൊട്ട മിച്ചം വെച്ചു. ഇത് ദൈവരാജ്യത്തിൻ്റെ ഒരു കൾച്ചർ അങ്ങനെയാണ്. എപ്പോഴും ആവശ്യത്തിൽ അധികമുണ്ടായിരിക്കും. ഹല്ലേലൂയ. യഹൂദന്മാർ അവരുടെ സിസ്റ്റപ്രകാരം വച്ചിരുന്ന പഴയ ആചാര രീതിയാണ് അതിൻ്റെ ഭാഗം, അതിൻ്റെ ഒരു സിമ്പലാണ് ആ പാത്രങ്ങൾ. അതിനെയാണ് യേശു തൻ്റെ പുതുമിയ രക്തത്തിൻ്റെ ഭാഗമായ വീഞ്ഞിനെ അതിൽ നിന്നാണ് പകരുവാനായിട്ട് ഉപയോഗിച്ചത്. ഇതിൽ നിന്നൊക്കെ ദൈവം നമ്മോട് സംസാരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യം അതിൻ്റെ ഏറ്റവും പ്രോമിനൻ്റ് പറഞ്ഞ കാര്യം ആദ്യം പറഞ്ഞത് തന്നെയാണ്. അതായത് നമ്മുടെ ഓരോ എവരിഡേ നീഡ്സും, നമ്മുടെ ദിവസം പ്രതിയുള്ള എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് ഇടപെടാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മൾ അവനോട് പങ്കുവയ്ക്കണം, നമ്മുടെ ആവശ്യങ്ങളെ പങ്കുവയ്ക്കണം. മാത്രമല്ല, അവൻ നമ്മോട് പറയുന്ന ഏത് ചെറിയ കാര്യവും, അത് എത്ര നിസ്സാരമെന്ന് തോന്നിയാലും നമ്മൾ അതിനെ മറുത്തു പറയാതെ അനുസരിക്കാൻ തയ്യാറാവണം. അനുസരണത്തിനകത്ത് വലിയ അത്ഭുതങ്ങളുണ്ട്. ചിലപ്പോൾ പല നോയായിരിക്കാം, അതിനെ നമ്മൾ അനുസരിക്കുക. അതിന് ലോജിക് പരമായിട്ട് യാതൊന്നും തോന്നിയില്ലെങ്കിലും അതിനോട് നമ്മൾ അനുസരണം കാണിക്കുക. ചിലതൊക്കെ വേണ്ട എന്ന് പറയുമ്പോൾ അതിനോട് നമ്മൾ ലെസ് പറയുക, സമ്മതിക്കുക. ഹല്ലേലൂയ. അതിൽ വലിയ അത്ഭുതത്തെ കാണുവാനായി കഴിയും. ആദ്യത്തെ മിറക്കിളാണ് ഇത് യേശു ചെയ്ത. ഇനി തുടർമാനമായുള്ള ഒത്തിരി അത്ഭുതങ്ങൾ കാണാൻ പറ്റും. ഓരോ അത്ഭുതങ്ങൾക്കകത്തും എനിക്ക് തോന്നുന്നു ഓരോ പെക്യൂലിയർ ആയിട്ടുള്ള പ്രധാനമായ സവിശേഷതകൾ കർത്താവ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ നടന്ന അത്ഭുതങ്ങളായിക്കോട്ടെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതിലൂടെ ദൈവം നിങ്ങളോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ വേദനിച്ചിരുന്ന, തകർന്നിരുന്ന അവസ്ഥയിൽ നിങ്ങൾ ചില അത്ഭുതങ്ങളെ കണ്ടു, അല്ലെങ്കിൽ ദൈവികമായ സമാധാനത്തെ അനുഭവിച്ചപ്പോൾ നിങ്ങൾ കർത്താവോട് ചോദിക്കണം, കർത്താവേ, ഈ സമയത്ത് നീ എന്നോട് എന്താ സംസാരിക്കുന്നത്? ഈ സിറ്റുവേഷനിൽ നിനക്ക് എന്താണ് എൻ്റെ ജീവിതത്തിൽ നോക്കി പറയാനുള്ളത്? ഞാൻ ഈ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതിയോ? ഇങ്ങനെയാണോ എൻ്റെ ജീവിതം പോകേണ്ടത്? ഞാൻ ഈ നാണക്കേടിൻ്റെ അവസ്ഥ തുടർന്നാൽ മതിയോ? നിനക്ക് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണ്? നിനക്ക് എന്നെക്കുറിച്ചുള്ള പദ്ധതി ഒരിക്കലും അത് എൻ്റെ നാശത്തിനായിട്ടുള്ളത് ഞാൻ അറിയുന്നു. കാരണം യിരെമ്യാ പ്രവചനം പറയുകയാണ്, എന്നെക്കുറിച്ചുള്ള അവൻ്റെ പദ്ധതികൾ എപ്പോഴും എനിക്ക് ശുഭഭാവി നൽകുവാനുള്ളതാണ്. ബെസ്റ്റ് പ്ലാൻസ് ആണ് ദൈവം നമ്മെക്കുറിച്ചുള്ളത്.
നമ്മുടെ ഏതൊക്കെ സിറ്റുവേഷൻ ആയിക്കോട്ടെ, എല്ലാ സിറ്റുവേഷനിലും നാം മടിക്കാതെ കർത്താവിനെ ഇൻവൈറ്റ് ചെയ്യുക. ആ സിറ്റുവേഷനിലേക്ക്, എത്ര മോശം സിറ്റുവേഷൻ ആയിക്കോട്ടെ, കർത്താവിനെ ഇൻവൈറ്റ് ചെയ്യുക. കർത്താവിനോട് ചോദിക്കുക, കർത്താവേ, നിനക്ക് എന്താണ് ഈ സിറ്റുവേഷനിൽ സംസാരിക്കാനുള്ളത്? എൻ്റെ ജീവിതത്തിൽ ഈ സിറ്റുവേഷനെ നിനക്ക് എങ്ങനെയാണ് മാറ്റുവാൻ നീ ആഗ്രഹിക്കുന്നത്? അതിനായി എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ സ്റ്റെപ്പ് എന്താണ്? ഇവിടെയും ഈ സഹോദരങ്ങൾക്കൊരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. എന്താണ്? 2 കാര്യം. ഒന്ന്, യേശു പറഞ്ഞപ്പോൾ ആ വെള്ളം കോരി നിറയ്ക്കുക. മറ്റൊന്ന്, യേശു പറഞ്ഞപ്പോൾ അതിനെ കോരിക്കൊണ്ട് കൊടുക്കുക. ഈ രണ്ടിടത്തും അവർക്ക് ചോദ്യം ചെയ്യുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ശരിയല്ലേ? എന്തിന് നിറയ്ക്കണം? വെള്ളമല്ലേ നിറയ്ക്കേണ്ടത്? അത് കൈ കഴുകാനും ദേഹം കഴുകാൻ വെച്ചിരിക്കേണ്ട പാത്രമല്ലേ? അതിലെന്തിനാ നിറയ്ക്കുന്നേ? നിറച്ച് കഴിഞ്ഞിട്ടോ? ഇപ്പം നിറച്ചതല്ലേ ഉള്ളൂ, വീഞ്ഞാകാൻ സമയമാവണ്ടേ? കാര്യങ്ങളൊന്നും ഇട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ കോരിക്കൊണ്ട് കൊടുക്കുന്നേ? നമ്മളാണെങ്കിൽ 100,000 ചോദ്യം ചോദിച്ചേനെ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു അവരാണ് അവിടെ ഏറ്റവും വലിയ ഫെയ്ത്തിനെ കാണിച്ചത്. ഏറ്റവും വലിയ ഫെയ്ത്ത് അവരുടെ ഫെയ്ത്താണ്. കാരണം എന്താ? അവർ കോരി നിറച്ച അതേ വെള്ളത്തെ അടുത്ത നിമിഷം കോരിക്കൊണ്ടുപോയി കൊടുക്കാൻ പറയുമ്പോൾ ഒരു ചോദ്യം പോലും ചോദിക്കാതെ അവർ കോരിക്കൊണ്ട് കൊടുക്കുന്നുവെങ്കിൽ അവരുടെ ഫെയ്ത്ത് എന്തുമാത്രം, വിശ്വാസം എത്ര വലുതാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം പറയുകയാണ്, മോനെ അങ്ങനെ ചെയ്. അയ്യോ കർത്താവേ, ഇന്നലെയും കൂടി ഞാൻ പോയി കണ്ടതാ, ഒരു മാറ്റവും ഇല്ലായിരുന്നു, ഇനി ഞാൻ പോണോ? ഇനി ഞാൻ അത് ചെയ്യണോ? ഇന്നലെയും കൂടി ഞാൻ പോയി അപ്ലൈ ചെയ്തതാ, അപ്പോഴും പറഞ്ഞതാ നോ, ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ പോണോ? 100,000 ചോദ്യങ്ങളുണ്ടാവും. കർത്താവ് ഇതിനോട് പറയുമ്പോൾ, യെസ്, അങ്ങ് പറഞ്ഞ വാക്കിന് ഞാൻ പോകുന്നു, ഞാൻ ചെയ്യുന്നു. കാരണം വിശ്വസിക്കുമ്പോൾ അങ്ങയുടെ മഹത്വത്തെ കാണുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അവർ പാത്രത്തിൽ വെള്ളം കോരിക്കൊണ്ടിങ്ങനെ പോകുന്നു, അതിലേക്ക് ഒഴിക്കുന്നവർ കാണുകയാണ്. പച്ചവെള്ളം തന്നെ ആ ഒഴിക്കുന്നേ, നിറച്ചു വയ്ക്കുക, ബ്രിമ്മിലിരിക്കുക, വെള്ളം ഏറ്റവും മുകളിൽ നിൽക്കുക. വീഞ്ഞ് കണ്ടാലും വെള്ളം കാണാൻ തിരിച്ചറിയത്തില്ലേ? അറിയാൻ പറ്റത്തില്ലേ? പറ്റും, നന്നായിട്ട് അറിയാൻ പറ്റും. പക്ഷെ അതേ വെള്ളത്തെ അടുത്ത പ്രാവശ്യം അതേ പാത്രം തിരികെ കോരുമ്പോൾ അവർ പറയുകയാണ്, കൊണ്ട് കൊടുക്കാൻ പോകുമ്പോൾ അവരൊരു മടിയും കൂടാതെ കൊണ്ട് വിരുന്നുവാരുടെ കയ്യിലേക്ക് കൊടുക്കുക. എപ്പോഴാണ് ഇത് വീഞ്ഞായി മാറിയത് എന്ന് എഴുതിയിട്ടില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, എപ്പോൾ വിരുന്നുവാരുടെ കയ്യിലെത്തിയോ അപ്പോൾ അത് വീഞ്ഞായിരിക്കും. ഇതിൻ്റെ പ്രോസസ്സ് ചിലപ്പോൾ ആകണമെന്നില്ല, പക്ഷേ ബൈ ഫെയ്ത്ത് അവർ അത് കോരുവാനും കൊടുക്കുവാനും തയ്യാറായപ്പോൾ 5 അപ്പവും 2 മീനിനെയും വർദ്ധിപ്പിക്കുമ്പോൾ ഒരിടത്തും എഴുതിയിട്ടില്ല യേശു കുറെ കുട്ടകൾ നിറച്ചിങ്ങനെ അടുക്കി മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചു എന്ന്. അവൻ ഉള്ളതിനെ നുറുക്കി ശിഷ്യന്മാരുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, കൊടുക്കുക, വിളമ്പുക. അവരുടെ വിളമ്പാൻ വേണ്ടി പോയപ്പോഴും ഉണ്ടായിരുന്ന കുറച്ചാ, പക്ഷെ എത്ര വിളമ്പിയിട്ടും അത്രയൊന്നും കുറയുന്നില്ല. തിന്ന് ശേഷിപ്പിച്ചതാണ് കുട്ടയ്ക്ക് വാരിയത്. ഹല്ലേലൂയ. അവർ കുട്ടകൾ ചുമന്നുകൊണ്ട് പോയില്ല കൊടുക്കുവാനായി. അവരുടെ കയ്യിലുള്ളത് ഒരിക്കലും കുറഞ്ഞില്ല, അത് വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു. കൊടുക്കും തോറും വർദ്ധിക്കുകയായിരുന്നു. അവർ ചോദിച്ചില്ല, കർത്താവേ കൂടിയില്ലല്ലോ, എങ്ങനെയാ കൊടുക്കാൻ പറ്റിയ? കൊടുക്കും തോറും അത് വർദ്ധിക്കുകയായിരുന്നു. ഇത് വിശ്വാസത്തിന്റെ ജീവിത രീതിയാണ്. നമ്മുടെ ജീവിതങ്ങൾ പലപ്പോഴും നമ്മൾ കുറച്ച് നിമിഷം മുമ്പ് കണ്ടതും ഒരു മാറ്റം ഉണ്ടായിട്ടില്ലെങ്കിലും കർത്താവ് ഇപ്പം പറയണം, മോളെ നീ സൗഖ്യമായിരിക്കുന്നു. ഓ കർത്താവേ, കുറച്ചു മുമ്പേ ആ വേദന ഉണ്ടായിരുന്നതാണല്ലോ, ഇപ്പോഴും അവിടെ തോന്നിയല്ലോ. അവിടെ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. വിശ്വാസത്തോട് കർത്താവേ, അങ്ങ് പറഞ്ഞ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ സൗഖ്യമായിരിക്കുന്നു. അവിടെ എൻ്റെ സെൻസുകൾ എന്നോട് എന്ത് പറയുന്നുള്ളതിന് യാതൊരു പ്രാധാന്യവുമില്ല. എൻ്റെ കണ്ണ് എന്തു പറയുന്നു? കാരണം കാണുന്നതൊക്കെ താൽക്കാലികമാണ്, ഏത് നിമിഷവും മാറിപ്പോവും. പക്ഷെ കാണാത്തതോ നിത്യമായതാണ്. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും മാറുകയില്ല. പ്രിയരെ, ഈ സന്ദർഭം നമ്മോട് വിളിച്ചു പറയുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ചെറിയ വിഷയങ്ങളായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിലെ ഒരു ഫംഗ്ഷനകത്ത് നടക്കുന്ന ഒരു സംഭവമായിക്കോട്ടെ, നമ്മുടെ വീട്ടിലൊരു വിഷയം വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താണ്? അയ്യോ ഇനി എല്ലാം നശിച്ചെന്ന് പറഞ്ഞ ഒരു വിളിയാണോ, അതോ കർത്താവിലേക്ക് നോക്കുവാണോ? സ്റ്റിൽ ഹീസ് ഇൻ കൺട്രോൾ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എത്ര നാണക്കേണ്ട അവസ്ഥയിൽ നിൽക്കുന്നെങ്കിൽ ഒരു കാര്യം പറയാം, നിന്റെ ദൈവം ഇപ്പോഴും സർവശക്തനാണ്. ഇപ്പോഴും അവൻ അത്ഭുതങ്ങളെ ചെയ്യാൻ പറ്റും. ആ നിമിഷവും നമ്മൾ അവനിലേക്ക് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. കാരണം മറിയ പറയുകയാണ്, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുവിൻ. കാരണം ഇപ്പോഴും അവൻ അത് ചെയ്യുവാൻ കഴിയുമെന്ന് എനിക്കറിയാം. എൻ്റെ ദൈവം സർവശക്തനാണ്, അവൻ ഇപ്പോഴും അത്ഭുതങ്ങളെ ചെയ്യുവാനായി കഴിയും. അങ്ങനെയാണെങ്കിൽ ഒന്നും ലേറ്റ് ആയിട്ടില്ല, ഒന്നും കഴിഞ്ഞു പോയിട്ടില്ല, ഒന്നും തീർന്നു പോയിട്ടില്ല, ഒന്നും അവസാനിച്ചിട്ടില്ല. ഒന്നിനും ഫുൾ സ്റ്റോപ്പിടാൻ വരട്ടെ. ആ ഫുൾ സ്റ്റോപ്പിൻ്റെ താഴെ, നീ ഇട്ട ഫുൾ സ്റ്റോപ്പിൻ്റെ താഴെ ഒരു ചെറിയൊരു വരയിട്ടെ, അതിനൊരു കോമയാക്കിയേ കർത്താവ് തുടങ്ങട്ടെ. നമ്മൾ എഴുതി അവസാനിപ്പിച്ച് ഇനി നടക്കണമെന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ടെടുത്ത് കോമ ഇട്ട് കൊടുക്ക്. ബാക്കി കർത്താവ്
ചരിത്രം എഴുതട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ ബാക്കി ചാപ്റ്ററുകൾ അവൻ എഴുതി ചേർക്കട്ടെ. അത് വലിയ അനുഗ്രഹമായി മാറട്ടെ. പ്രിയരെ, ബൈബിളിൽ അപ്പോസ്തല പ്രവൃത്തികൾ എന്ന ആ ഒരു അധ്യായം ബാക്കി എല്ലാ ബുക്കുകളും അവസാനിപ്പിക്കുന്നത് നമുക്കറിയാം ഒരു കൺക്ലൂഷനിലൂടെയാണ്, അവസാനമാണ്. ആമേൻ എഴുതി അവസാനിപ്പിക്കുകയാണ്. പക്ഷേ അപ്പോസ്തല പ്രവൃത്തികൾ മാത്രം അവസാനിപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? ദൈവം അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാതെ നമ്മൾ പലതും എഴുതി ചേർക്കാനുള്ളത് കൊണ്ടാണ്. നമ്മിലൂടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ അത്ഭുതങ്ങൾ നമ്മെ ഇങ്ങനെ അതിശയിപ്പിച്ചിരുത്തുവാൻ മാത്രമല്ല, നമുക്കൊരു ഇൻവിറ്റേഷൻ കൂടെയാണ്. കടന്നു വാ, ഇത് നിനക്കും ചെയ്യുവാനായി കഴിയും. കാരണം യേശു പറഞ്ഞു, ഞാൻ ചെയ്തതിലും വലുത് എന്നിൽ വിശ്വസിക്കുന്നവൻ ചെയ്യും. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് സംസാരിച്ചു. ഓരോ അത്ഭുതങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് എവിടെയോ സംഭവിച്ചു, ആരോ ചെയ്തു എന്നല്ല, ഇത് എന്നാലും സാധ്യമാണ് എന്നുള്ളതാണ്. ഓരോ അത്ഭുതവും നമ്മോട് സംസാരിക്കുകയാണ്, ഇത് യേശു ചെയ്തെങ്കിൽ ഇത് എനിക്കും സാധ്യമാണ്. അവൻ എങ്ങനെയോ അങ്ങനെ ഈ ഭൂമിയിൽ ദൈവം എന്നെ ആക്കിയിരിക്കുന്നു. അവനെ പിതാവ് അയച്ചതുപോലെ എന്നെയും പിതാവ് അയച്ചിരിക്കുന്നു. നമ്മുടെ മനസ്സിനകത്ത് ഒരു റിന്യൂവൽ നടക്കട്ടെ, ഒരു പുതുക്കം നടക്കട്ടെ. നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? പ്രിയരെ, ഒരു വെള്ളം വീഞ്ഞാകുന്ന ചെറിയ കാര്യമല്ല. വീഞ്ഞാകെ എത്ര വർഷമെടുക്കും, എത്ര പഴക്കം വേണം ആ വീഞ്ഞിന്. പക്ഷെ ഒരു നിമിഷം കൊണ്ട് അത്രയും വർഷത്തെ സമയത്തെ കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. നമ്മുടെ നഷ്ടപ്പെട്ട വർഷങ്ങളെ തിരിച്ചു തരുവാൻ, വരും നാളുകളെ രൂപാന്തരപ്പെടുത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നല്ല ഭാവി നൽകുവാൻ, കഴിഞ്ഞ നഷ്ടപ്പെട്ട പാസ്റ്റിനെ റീസ്ട്രക്ചർ ചെയ്യുവാൻ, അതൊക്കെ എൻ്റെ നന്മയ്ക്ക് മാറ്റുവാൻ അവനാൽ കഴിയും. അവൻ്റെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ കൊടുക്കുമ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കും. വെള്ളം വീഞ്ഞായതുപോലെ എന്നെ അവൻ രൂപാന്തരപ്പെടുത്തുവാനായി ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കണം. ഞാൻ ആ പാത്രത്തിലേക്ക് കയറി തിരികെ ഒന്ന് ഇറങ്ങുവാനായി എന്നെ തന്നെ ഒന്ന് അനുവദിക്കണം. അവൻ പറയുന്നത് കേട്ട് അനുസരിപ്പാൻ, ആ ഒരു പ്രോസസ്സിലൂടെ പോകുവാൻ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമ്മൾ സമർപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ഈഗോയൊക്കെ മാറ്റിവെച്ച്, ഞാനെന്നുള്ള ഭാവമൊക്കെ മാറ്റിവെച്ചിട്ട്, എനിക്കൊന്നും പറ്റത്തില്ല എന്നുള്ള ചിന്ത മാറ്റിവെച്ചിട്ട് നമ്മളെ റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റുന്ന നല്ലവനായ ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മളെ തന്നെ ചോദ്യങ്ങളില്ലാതെ വിട്ടുകൊടുക്കണം. അപ്പോൾ ഏറ്റവും മനോഹരമായ വീഞ്ഞായി മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന ഒന്നാക്കി, അതുവരെ ഉണ്ടാകുന്ന അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാക്കി നമ്മളെ ദൈവം പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ഈ അത്ഭുതങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇൻവിറ്റേഷൻസ് ആണ്. അത്ഭുതമേ, ഭയങ്കരം, അന്ന് സംഭവിച്ചല്ലോ, അന്ന് അപ്പോസ്തലന്മാർ ചെയ്തുവല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുവാനല്ല. അന്ന് അപ്പോസ്തലന്മാർ ചെയ്തെങ്കിൽ ഇന്നും നമ്മുടെ കരങ്ങളിലൂടെ അതേ പരിശുദ്ധാത്മാവ് ചെയ്യുവാനായി ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. നമ്മുടെ കോഓപ്പറേഷനാണ് ആവശ്യം, നമ്മുടെ ഒരു സഹകരണം, നമ്മുടെ വില്ലിങ്നെസ്, നമ്മുടെ മനസ്സിനകത്ത് ലിമിറ്റേഷൻസ് ബ്രേക്ക് ആവുന്നത് ആവശ്യമാണ്. ചിന്തിക്കണം, എന്നെ കൊണ്ടും കഴിയും. ഒന്ന് പറഞ്ഞേ, യേശു ചെയ്തത് എന്നെ കൊണ്ടും ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. അവൻ പിതാവിൻ്റെ അടുക്കൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് അതിലും വലുത് ചെയ്യുവാൻ കഴിയും. യേശു പറഞ്ഞു, ഞാൻ പോകുന്നു, നല്ലത് നിങ്ങൾക്ക് നല്ലതാണ്. കാരണം ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരികയില്ല. കാര്യസ്ഥൻ നിങ്ങളെ കൂടെ വന്ന് സകലതും വെളിപ്പെടുത്തരും. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു പറഞ്ഞ പലതും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. യേശു പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രഹിക്കാനുള്ള കഴിവില്ല, എന്നാൽ ഒരുവൻ വരും, അവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? സകലതും വെളിപ്പെടുത്തരും. ഇന്ന് പരിശുദ്ധാത്മാവ് അതിലും വലിയ കാര്യങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി നൽകുകയാണ്. ഇന്ന് നമ്മൾ യേശു പറഞ്ഞ പോലെ യേശു ചെയ്തതിലും വലിയ കാര്യങ്ങളെ ചിന്തിക്കുവാനും അത് ഈ ഭൂമിയിൽ ചെയ്യുവാനും സ്വർഗം ആഗ്രഹിക്കുന്നു. ഉയരത്തിലുള്ള തന്നെ ചിന്തിപ്പൻ. ഈ മിറക്കിൾ നമ്മെ ഇൻവൈറ്റ് ചെയ്യുന്നത് അസാധ്യമായിരിക്കുന്ന ചിലതിനൊക്കെ സാധ്യമാക്കി മാറ്റുവാനാണ്. ഏതൊക്കെ ഭവനങ്ങളിൽ നാണക്കേടിൻ്റെ അവസ്ഥയിൽ, വേദനയുടെ അവസ്ഥയിൽ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ അവിടെ കയറി ചെന്ന് അവർക്ക് അനുഗ്രഹമാകുവാൻ, അവരുടെ നാണക്കേണ്ട അവസ്ഥയെ മാറ്റുവാൻ സ്വർഗം നമ്മെ യേശുവിനെ പോലെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നു. അയ്യോ, എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുന്നപ്പുറമായ യേശു ചെയ്തതുപോലെ എനിക്കും ചെയ്യുവാനായി കഴിയും. ഞാനും അതേ പിതാവിൻ്റെ മകനാണ്. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വസിക്കുന്ന തിരിച്ചറിവോടെ ഈ അത്ഭുതങ്ങളിലേക്ക് സ്റ്റെപ്പ് വയ്ക്കണം. ഇതിനാണ് ഈ അത്ഭുതങ്ങൾ നമ്മെ ക്ഷണിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ എല്ലാ വിഷയങ്ങളിലേക്കും കർത്താവിനെ ഇൻവൈറ്റ് ചെയ്താട്ടെ. വലിയ മിറക്കിളിനെ കാണാൻ ഇടയായി തീരട്ടെ. അതിനോടൊപ്പം നിങ്ങളും രൂപാന്തരപ്പെട്ടവരായി അനേകർക്ക് അനുഗ്രഹമായി മാറുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.